നയതന്ത്ര ചർച്ചകൾക്ക് സ്ഥാനമില്ല. യുഎസുമായും ഇസ്രായേലുമായും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇനി നയതന്ത്ര ചർച്ചകൾക്ക് സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് കമാൽ ഖരാസി. അമേരിക്കൻ വാർത്താ ചാനലായ CNN നൽകിയ അഭിമുഖത്തിലാണ് ഖരാസി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനങ്ങൾ പാലിക്കില്ലെന്നും വഞ്ചിക്കുമെന്നും കമാൽ ഖരാസി പറഞ്ഞു. തങ്ങളിത് 2 തവണ നേരിട്ട് അറിഞ്ഞതാണെന്നും ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കവേ അവർ തങ്ങളെ ആക്രമിച്ചെന്നും വ്യക്തമാക്കി. യുഎസുമായി ഇറാന് ഭാവിയിൽ ചർച്ച നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു. യുഎസും ഇസ്രായേലും ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ധൈര്യപ്പെടില്ലെന്ന് ഉറപ്പ് ലഭിച്ചാലല്ലാതെ ചർച്ച നടക്കുമെന്ന് തോന്നുന്നില്ലെന്നായിരുന്നു പ്രതികരണം. ഇറാനിലെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ട്രംപിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞു. വിഷയത്തിലെ ട്രംപിന്റെ നിലപാട് സംബന്ധിച്ച് ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഖരാസി. ഇറാനികൾക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട്. മുസ്തഫ ഖമനയുടെ തിരഞ്ഞെടുത്തതിലൂടെ അത് തെളിയിച്ചു. ഇറാന്റെ സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തിക്കുന്നു. ട്രംപിനോ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്ത മറ്റാർക്കുമോ ഇതിലൊന്നും ചെയ്യാനില്ല എന്നും ഖരാസി പറഞ്ഞു. അതേസമയം ഇറാനെതിരെ തുടരുന്ന സൈനിക നീക്കം ഏകദേശം പൂർത്തിയായതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. എന്നാൽ തങ്ങൾ ഇതുവരെ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് ട്രംപിന്റെ തന്നെ മറ്റൊരു പ്രസ്താവന യുദ്ധം ഉടനെയൊന്നും അവസാനിക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത്. തിങ്കളാഴ്ച റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് തന്റെ മുൻ നിലപാടുകളിൽ നിന്നും മാറിയത്. നേരത്തെ CBS ന്യൂസ് റിപ്പോർട്ടറോട് സംസാരിക്കവേ യുദ്ധം നിശ്ചയിച്ച സമയത്തേക്കാൾ വളരെ മുന്നിലാണെന്നും ഇറാന്റെ നാവികസേനയും വാർത്താവിനിമയ സംവിധാനങ്ങളും വ്യോമസേനയും തകർക്കപ്പെട്ടതായും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. യുദ്ധം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കുകൾ. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം നടന്ന പാർട്ടി യോഗത്തിൽ ഇറാനെ പൂർണ്ണമായും നിർണായകമായും പരാജയപ്പെടുത്തുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം 4-5 ആഴ്ച നീണ്ടു നിൽക്കുമെന്നും ട്രംപ് നേരത്തെ പ്രവചിച്ചിരുന്നു. ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തിയിരുന്നു. യുദ്ധത്തിന്റെ അന്ത്യം തീരുമാനിക്കുന്നത് ട്രംപ് അല്ല, മറിച്ച് ഇറാനുമായിരിക്കുമെന്നും IRGC വക്താവ് പറഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ മേഖലയിൽ നിന്നും 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഇറാൻ ഭീഷണി മുഴക്കി. യുദ്ധം രൂക്ഷമായതോടെ ലോകത്തെ പ്രധാന എണ്ണ കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി ഭാഗികമായി അടഞ്ഞുകിടക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിപണിയെ പിടിച്ചുലച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കടന്നു. 2022 ശേഷമുള്ള ഏറ്റവും വലിയ വിലവർധനവാണിത്. വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ വില $119 വരെ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.